സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരുപാട് സന്തോഷം അറിയിക്കുകയാണ്. വിശുദ്ധ മദർ തെരേസയുടെ തിരുനാളിന് ഒരുമിച്ച് മദർ തെരേസയുടെ നാമധേയത്തിലുള്ള ഈ ഒരു കൂട്ടായ്മയിലായിരിക്കുവാനും ഇവിടെ ബലിയർപ്പണത്തിൽ പങ്കുചേരാനായിട്ടൊക്കെ സാധിച്ചത് ഏറ്റവും സന്തോഷം അറിയിക്കാം. ലോകം മുഴുവൻ അറിയപ്പെടുന്ന സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് കരസ്ഥമാക്കിയിട്ടുള്ള, ലോകം മുഴുവൻ ഒരു പാവപ്പെട്ടവരുടെ അമ്മയായിട്ടൊക്കെ കരുതുന്ന മദർ തെരേസ ചെല്ലാനം നിവാസികളെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. കുഞ്ഞുനാളില് ചെറുപ്പം മുതലേ കാണുമ്പോൾ പ്രാർത്ഥനയോടും ദൈവവിളിയോടും ദേവാലയത്തോടൊക്കെ കൂടുതൽ സ്നേഹവും അടുപ്പമൊക്കെ ഉണ്ടാകാനായിട്ട് ചെല്ലാനത്ത് സ്ഥാപിതമായിട്ടുള്ള ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ, മദർ തെരേസയുടെ കുപ്പായമണിഞ്ഞുള്ള ഈ സിസ്റ്റേഴ്സിന്റെ ജീവിതവും ആ കോൺവെന്റും എല്ലാം ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബലിയർപ്പണത്തിലും വചന സന്ദേശമൊക്കെ പങ്കുവയ്ക്കുമ്പോൾ കുറച്ചുകൂടി വ്യക്തിപരമായിട്ടുള്ള ചിന്തകളൊക്കെ ചേർത്ത് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ മദർ തെരേസയുടെ ജീവിത സാന്നിധ്യം, കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുള്ള മണ്ണാണ് ചെല്ലാനവും. മദർ തെരേസ 1980കളിൽ ചെല്ലാനത്ത് വരുമ്പോൾ അന്ന് സേവ്രദേശും തെക്കേ ചെല്ലാനം ഇടവകയെല്ലാം ഒറ്റ ഇടവക സമൂഹമായിട്ട് നിൽക്കുന്ന സമയമാണ്. മദർ തെരേസയുടെ സാന്നിധ്യം നമ്മളെ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട്. മദർ തെരേസ സിസ്റ്റേഴ്സ് അവരുടെ കയ്യിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള സേവനങ്ങളും, അത് ഭക്ഷണത്തിന്റെ രൂപത്തിലാകട്ടെ, വസ്ത്രത്തിന്റെ രൂപത്തിലാകട്ടെ, സ്നേഹത്തിന്റെയും കരുണയുടെയും മരുന്നിന്റെയും രൂപത്തിലാകട്ടെ, നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ നമ്മളും നമ്മുടെ പൂർവികരൊക്കെ സ്വീകരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മദർ തെരേസയുടെ ജീവിതം നമ്മളെല്ലാവരെയും തീർച്ചയായിട്ടും ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുഞ്ഞുനാൾ മുതലേ കാണുന്ന കോൺവെന്റും ചെറുപ്പം തൊട്ടേ കളിച്ചു വളരുന്ന ഇടമായതുകൊണ്ട് തന്നെ അതിനോട് വളരെ വലിയൊരു സ്നേഹവും അടുപ്പമൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട്. പൗരോഹിത്യ പട്ട സ്വീകരണ സമയത്തെല്ലാം, അന്ന് ചെല്ലാനം പള്ളിയുടെ പണി തുടർന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്തെല്ലാം, പള്ളി പണി നടക്കുന്നത് കൊണ്ട് അവധിക്ക് വരുന്ന സമയത്തെല്ലാം ഓടിയെടുക്കുന്നത് ഈ കോൺവെന്റിലാണ്. വിഷമം തോന്നുന്ന സമയങ്ങളൊക്കെ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ ചെല്ലാനം കോൺവെന്റിന്റെ ആ ദേവാലയത്തിലാണ്. അതുകൊണ്ട് ഉള്ളിലുണ്ടായിരുന്ന ഒരു തീരുമാനവും അത് പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ബലിയർപ്പണ സമയത്ത് പൗരോഹിത്യം കിട്ടിക്കഴിയുമ്പോൾ ആദ്യത്തെ ബലിയർപ്പണം നടത്തേണ്ടത് അത് ആ കോൺവെന്റിന്റെ അകത്തുള്ള ആ ചാപ്പലിലായിരിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2023 ഫെബ്രുവരി 11-ാം തീയതി പട്ടം കിട്ടുമ്പോൾ 13-ാം തീയതി ഇടവക ജനത്തിന് വേണ്ടിയുള്ള താങ്ക്സ് ഗിവിംഗ് മാസം നടത്തുന്നതിന് മുമ്പായിട്ട് ആ 12-ാം തീയതി ഞായറാഴ്ച പിതാവിന്റെ അനുഭവത്തോടു കൂടി ഞാൻ ആദ്യത്തെ ബലിയർപ്പിക്കുന്നതും ഇവിടെ മദർ തെരേസൻ സിസ്റ്റേഴ്സിന്റെ ചാപ്പലിലാണ്. അന്ന് പരിചയം ഉണ്ടായിരുന്ന, ജീവിതത്തെ സ്വാധീനിച്ചിട്ടുള്ള, ജീവിതത്തെ വളർത്തിയിട്ടുള്ള ഒരുപാട് മദർ തെരേസൻ സിസ്റ്റേഴ്സ് എല്ലാവരും ഒരുമിച്ചിരുന്ന് അവരോടൊപ്പം അപ്പച്ചന്റെ അമ്മച്ചിയുടെയും കൂടെ ഇരുന്നുകൊണ്ട് ആ ബലിയർപ്പിക്കാനായിട്ട് സാധിച്ചതിന്റെ സന്തോഷവും സ്നേഹവും ഒക്കെ എപ്പോഴും ഇങ്ങനെ ഓർത്തു പോകാറുണ്ട്. തീർച്ചയായിട്ടും ആ കോൺവെന്റും സിസ്റ്ററിന്റെ ജീവിതമൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെയാണ്. 3 ചിന്തകൾ മദർ തെരേസയുടെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ച് പങ്കിട്ട് നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആദ്യത്തേത്, മദർ തെരേസ വിളിക്കകത്തെ വിളി കണ്ടെത്തിയ ഒരു സന്യസ്തയാണ്. ദൈവം തന്നിരുന്ന, ദൈവം നൽകിയിട്ടുള്ള ഒരു സന്യസ്ത ജീവിതത്തിന്റെ അകത്ത് നിന്നുകൊണ്ട്, അതിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ തന്റെ ജീവിതം വഴി ദൈവം എന്താണ് ലക്ഷ്യം വെക്കുന്നതെന്ന് കണ്ടെത്താനായിട്ട് ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ഇന്ന് നമ്മൾ കാണുന്ന രീതിയിൽ വലിയ ഒരു സന്യാസ ആശ്രമത്തിന്റെയൊക്കെ സ്ഥാപിതയായിട്ട് മാറുകയും ചെയ്തതെല്ലാം ഈ കോൾ വിത്തിൻ എ കോൾ, വിളിക്കകത്തെ വിളി കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിച്ചതുകൊണ്ടാണ്. 1947 മുമ്പ് വരെ ആഗ്നസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന മദർ തെരേസ ഡാർജിലിംഗിൽ നിന്ന് കൊൽക്കത്തയിലേക്കുള്ള യാത്രയിലാണ്. കൊൽക്കത്തയുടെ തെരുവോരങ്ങളിൽ അവിടെ വേദനിക്കുന്ന മനുഷ്യരെ കണ്ടപ്പോൾ തന്റെ സന്യസ്ത ജീവിതത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ, അതുവരെയുള്ള കാലഘട്ടങ്ങളിൽ സിസ്റ്റേഴ്സ് ഓഫ് ലൊറോട്ടയിൽ ഒരു ഐറിഷ് നൺ ഓർഡറിന്റെ കോൺഗ്രിഗേഷൻ ആയിരുന്നു. അവിടെ സെന്റ് മേരീസ് ഹൈസ്കൂളില് അധ്യാപികയായിട്ട് സേവനം ചെയ്യുന്ന സമയത്ത് തന്റെ ഈ തീവണ്ടി യാത്രയില്, കൊൽക്കത്തയിലേക്കുള്ള ഡാർജിലിംഗിൽ നിന്നുള്ള യാത്രയില് ജീവിതത്തെ സ്വാധീനിക്കുന്ന കുറച്ചധികം കാഴ്ചകൾ കാണുവാനും, അങ്ങനെ കൊൽക്കത്തയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി ജീവിതം മാറ്റിയെടുക്കുവാനും, ഈ വിളിക്കകത്തെ ഒരു വിളി കണ്ടെത്തിയെടുക്കുവാനായിട്ടുള്ള
തീരുമാനവും ജീവിതവും വിശുദ്ധ മദർ തെരേസ തിരഞ്ഞെടുത്തുകൊണ്ടാണ്. നമ്മുടെ ജീവിതങ്ങളിലും ഇങ്ങനെ വിളിക്കകത്ത് വിളിയൊന്നും നമുക്ക് കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കണം. ഒരുപാട് മനുഷ്യരങ്ങനെ നമ്മുടെ മുൻപിൽ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രൊഫഷണലായിട്ട് കണ്ടെത്തിയിരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഉണ്ടാകും. അതിന്റെ അകത്ത് നിന്ന് തന്നെ അവരുടെ ദൈവവിളി ദൈവത്തിന് കൂടി കുറച്ചുകൂടി പ്രീതികരമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ മാറ്റിയ ഒരുപാട് മനുഷ്യരെ ഓർത്തു പോവുകയാണ്. 2009 തമിഴ്നാടിനെ ഏറെ സ്വാധീനിച്ചിട്ടുള്ള ഒരു നാരായണ കൃഷ്ണൻ എന്നൊരു മനുഷ്യനെ ഓർത്തു പോവുകയാണ്. ബാംഗ്ലൂര് താജ് ഹോട്ടലില് അദ്ദേഹത്തിന്റെ ചിത്രം രേഖപ്പെടുത്തക്കത്ത രീതിയിൽ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഷെഫായിട്ട് സേവനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഭക്ഷണ രീതിയും ഭക്ഷണം വയ്ക്കുന്നതും സർവീസ് ചെയ്യുന്ന രീതിയൊക്കെ കണ്ടുകൊണ്ട് തായ്ലൻഡിലെ വലിയ ഉയർന്ന ഹോട്ടലിലേക്ക് അദ്ദേഹത്തിന് പ്രവേശനം ലഭിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തില് അധികാരം കൊണ്ടും സ്വാധീനം കൊണ്ടും എല്ലാറ്റിലും ഉപരി ലഭിക്കുന്ന സമ്പത്ത് പൈസ കൊണ്ടുമൊക്കെ വളരെയേറെ സ്വാധീനം ചെയ്ത് വലിയ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്താണ് മധുരയിലുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ഒരിക്കൽ അദ്ദേഹം വരുന്നത്. അവിടെ രാവിലെ AC കാറിന്റെ അകത്ത് നിന്നുകൊണ്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ ഭാഗത്തിലൂടെ വണ്ടി ഓടിച്ചു പോകുമ്പോൾ അദ്ദേഹം കണ്ട ഒരു കാഴ്ചയുണ്ട്. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തില് ഈ വിളിക്കകത്തെ വിളി കണ്ടെത്തിയെടുക്കാനായിട്ടൊരു കാരണമായി തീർന്നിട്ടുണ്ട്. അദ്ദേഹം നോക്കുമ്പോൾ ആ AC കാറിന്റെ അകത്ത് നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് രാവിലെ ഡ്രെയിനേജില് മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെ മുൻപിലുള്ള അഴുക്ക് ചാലിന്റെ അകത്തിരുന്നുകൊണ്ട് വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യൻ സ്വന്തം ഹ്യൂമൻ വേസ്റ്റ് മലമൂത്ര വിസർജനം ഭക്ഷിക്കുന്നത് ഈ മനുഷ്യൻ കാണുകയാണ്. അങ്ങനെ അവിടെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് വളരെയേറെ സങ്കടവും അറപ്പും ദേഷ്യവും ഒക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിനോട് തന്നെ ഉണ്ടായി. അദ്ദേഹം ചിന്തിക്കുകയാണ്, ദിനം പ്രതി ലക്ഷക്കണക്കിന് രൂപയുടെ ഭക്ഷണമാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹോട്ടലുകളിലെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് തള്ളുന്നത്. ഇവിടെ സ്വന്തം നാട്ടില് ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ കണ്ട് ഒരുപാട് മനുഷ്യരിങ്ങനെ കഷ്ടപ്പെടുന്നെന്ന് തോന്നിയപ്പോ ജീവിതത്തില് തന്റെ വലിയ അധികാരവും സ്വാധീനവും ലഭിച്ചേക്കാവുന്ന ശമ്പളമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ആ മനുഷ്യൻ മധുരയിൽ ഒരു അക്ഷയ സെന്റർ ആരംഭിക്കുകയും 2010 തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ ഭക്ഷണം നൽകുന്ന ട്രസ്റ്റായിട്ട് ഇത് പിന്നീട് മാറ്റപ്പെടുകയുണ്ടായി. ഇന്നും ഇത് ഏകദേശം ഒരു 425ഓളം പേർക്ക് ബ്രേക്ക്ഫാസ്റ്റും അത്ര തന്നെ ആൾക്കാർക്ക് ഉച്ചഭക്ഷണവും നൽകത്തക്ക രീതിയിൽ ഈ അക്ഷയ സെന്റർ പിന്നീട് മാറ്റപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കണ്ടൊരു കാഴ്ചയും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രൊഫഷണലായിട്ടൊരു ജോലി ഉണ്ടായിരുന്നു. പക്ഷെ ആ വിളിക്കകത്തെ വിളി ഒന്ന് കണ്ടെത്തിയെടുക്കാനായിട്ട് ആ യാത്രയും അദ്ദേഹത്തിന്റെ ജീവിതമൊക്കെ മാറ്റി നിർത്തപ്പെട്ടുകൊണ്ട് 2012 പുറത്തിറങ്ങിയ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമ ചിലപ്പോൾ നമ്മൾ പലരും കണ്ടു കാണും. അതിന്റെ 2ാം പകുതിയില് ഈ മനുഷ്യന്റെ റിയൽ ലൈഫാണ് ആ സിനിമയിൽ ഇങ്ങനെ ചേർത്ത് വെക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതങ്ങളിലും ഇതുപോലെ നമ്മളെ ഒരു അപ്പനായിരിക്കാം, അമ്മയായിരിക്കാം, ഒരു ഇടവകാംഗമായിരിക്കാം. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഒരു വിളിയാണ്. ദൈവം തന്നിരിക്കുന്ന, നമ്മളായിരിക്കുന്നതും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നതുമായിട്ടുള്ള ഒരു വിളിയാണ്. ഈ വിളിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു വിളി കൂടി കണ്ടെത്തിയെടുക്കാനായിട്ട് സാധിക്കണം. എന്റെ ജീവിതം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിന് മുൻപായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തെ സ്വാധീനിക്കത്തക്ക രീതിയിലും മാതൃകയാകത്തക്ക രീതിയിലും നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ഇടവകയിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ അയൽപ്പക്കങ്ങളിലേക്കൊക്കെ നമുക്ക് പ്രദാനം ചെയ്യാനായിട്ട് പറ്റണം. നമ്മുടെ ആലപ്പുഴയിലെ വിസിറ്റേഷൻ സന്യാസ സഭാംഗമായിട്ടുള്ള ലിൻഡ സിസ്റ്ററിനെ നമുക്ക് ഏവർക്കും അറിയാം. സാന്തൻ എന്ന മെന്റലി ഡിഫിക്കൽട്ട് ചൈൽഡിനെ, അവിടെ ബുദ്ധിക്ക് മാന്യമുള്ള കുഞ്ഞുങ്ങളെ വളർത്തുവാനായിട്ടും അവരെ നോക്കുവാനായിട്ടുമുള്ള ലിൻഡ സിസ്റ്ററിന്റെ ജീവിതം. വിസിറ്റേഷൻ സന്യാസ സഭയിലെ ഒരു സിസ്റ്റർ എന്ന രീതിയിൽ ഒരു ദൈവവിളി തെരഞ്ഞെടുത്തു. അതിന്റെ അകത്ത് നിന്ന് കണ്ട് തന്നെ ഒരുപാട് പാവപ്പെട്ട മക്കളെ ചേർത്ത് നിർത്താനായിട്ട്, അവർക്ക് അമ്മയായിട്ട് മാറാനായിട്ടുള്ള ഒരു വിളി, അത് ഈ വിളിക്കകത്തെ ഒരു വിളി കണ്ടെത്തിയെടുക്കുന്നതാണ്. നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ തിരുമുഖ ദേവാലയത്തോട് ചേർന്നുള്ള കോൺസലാത്ത സിസ്റ്റേഴ്സിന്റെ സിസ്റ്റർ ഫാബിയോളയുണ്ട്. ഇറ്റലിക്കാരിയായിട്ടുള്ള ഈ സിസ്റ്റർ തന്റെ സന്യസ്ത ജീവിതം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഒരു വിളി കണ്ടെത്തലാണ്. അതിന്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ച് ജനിച്ച് മാസങ്ങൾ മാത്രം പ്രായമുള്ള പൈതങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോകുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് അമ്മയായിട്ട് മാറുന്ന മാതൃവാത്സല്യം നൽകാനായിട്ട് ഈ സിസ്റ്ററിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ വിളിക്കകത്തെ വിളി കണ്ടെത്തിയെടുക്കാൻ ശ്രമിച്ചാൽ വിശുദ്ധ മദർ തെരേസ ഇങ്ങനെ ഒരു ജീവിതം നമ്മുടെ മുൻപിലേക്ക് കാഴ്ചവെച്ചതാണ്. സന്യസ്തയായി അല്ലെങ്കിൽ അധ്യാപന ജീവിത രീതികളിലൂടെ കടന്നു പോകുമ്പോൾ ആ വിളിക്കകത്ത് നിന്നുകൊണ്ട് ദൈവം നൽകുന്ന മറ്റൊരു വിളിയും ജീവിതം ഇത് മാത്രമല്ല, ഇതിലൂടെ ജീവിതത്തിൽ മറ്റ് പലരെയും സ്വാധീനിക്കാനായിട്ട് സാധിക്കണമെന്നൊക്കെയുള്ള ജീവിത രീതിയിലൂടെ ജീവിതം കാഴ്ചവെച്ചതാണ്.
നമ്മളെല്ലാവരും ആയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്ന് ഒരു പടി കൂടി നമുക്കൊന്ന് മാറാനായിട്ട് പറ്റണം. നമ്മുടെ ഇടവകയില് വിവിധങ്ങളായിട്ടുള്ള ശുശ്രൂഷ സമിതികൾ ഉണ്ടാകാം, BCCകൾ ഉണ്ടാകാം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ഉണ്ടാകാം, കാറ്റഗിസം ഉണ്ടാകാം, അവിടെ ചിലപ്പോൾ അധ്യാപകനായിട്ടും ഒരു PT അംഗമായിട്ടൊക്കെ നമ്മൾ കഴിയുന്നതായിരിക്കാം. നമ്മുടെ ജീവിതം വഴി നമ്മളെടുത്തിരിക്കുന്ന ഒരു ദൈവവിളിയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവരാണ് പലരും. അത് നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന ഒരു വിളിയാണ്. ആ വിളിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ നമ്മളൊരു വിളി കൂടി കണ്ടെത്തിയെടുക്കാനായിട്ട് വരണം. എന്റെ ജീവിത കാലയളവ് തീരുമ്പോൾ ഞാൻ നല്ലൊരു BCC പ്രസിഡന്റ് ആയിരിക്കും, ഞാൻ നല്ലൊരു BCCയുടെ സെക്രട്ടറി ആയിരിക്കും, ഞാൻ നല്ലൊരു മതാധ്യാപികയായിരിക്കും, ഞാൻ കാറ്റഗിസത്തിന്റെ PT അംഗമായിരിക്കും, ഇടവകയിലെ സംഘടനകളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും. ഇത് നമ്മൾ വിളിക്കകത്തെ ഒരു വിളി കണ്ടെത്തിയെടുക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ ജീവിതം ഇടവകയിലും നമ്മളായിരിക്കുന്ന സമൂഹത്തിലൊക്കെ സ്വാധീനിക്കാനായിട്ട് സാധിക്കണം. രണ്ടാമത്തെ ഒരു ചിന്ത ചേർത്ത് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം ഒരുപാട് വ്യക്തികളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് റോൾ മോഡലായിട്ട് മാറിയിട്ടുള്ള ഒരു അമ്മയാണ്. ഹോൾ ഡോൾസൺ എന്ന് പറഞ്ഞ 1980കളിൽ വളരെയേറെ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള, മീഡിയ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതം മദർ തെരേസയുമായിട്ട് സംസാരിക്കുന്ന ഏതാനും സമയങ്ങൾക്ക് ശേഷം ആ അമ്മയുടെ ജീവിതം, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജിം ടോബി എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തിയുണ്ട്. ഒരുപാട് സമ്പത്ത് കൊണ്ട് കീഴ്പ്പെടുത്തിയിരുന്ന വ്യക്തിയാണ്. മദർ തെരേസയുമായിട്ടുള്ള കുറച്ചധികം സംഭാഷണ സമയത്തിന് ശേഷം ആ മനുഷ്യൻ എന്ന് അറിയപ്പെടുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ വൃദ്ധരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടി വളരെ വലിയൊരു ഓൾഡേജ് ഹോമൊക്കെ കൊൽക്കത്തയുടെ തെരുവോരങ്ങളിലൊക്കെ തുടങ്ങത്തക്ക രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റപ്പെടുന്നുണ്ട്. മീരാ ഗാന്ധി എന്ന മറ്റൊരു വ്യക്തിയുണ്ട്. ഇവരെല്ലാവരും ആ കാലഘട്ടങ്ങളിൽ മദർ തെരേസയുടെ ജീവിതം വഴി സ്വാധീനിച്ചിട്ടുള്ളതാണെന്ന് അഭിമാനത്തോടെ പറയുന്ന വ്യക്തികളാണ്. നമ്മുടെ ജീവിതം വഴി മറ്റുള്ളവരെ നമുക്ക് സ്വാധീനിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. നന്മയിലേക്ക് മറ്റുള്ളവരെ അടുപ്പിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. മദർ തെരേസയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഒരു സാധാരണക്കാരിയായിട്ട് തെരുവോരങ്ങളിൽ ജീവിച്ച ഒരമ്മയുടെ ജീവിതം വഴി 1979 നോബൽ പ്രൈസ് ലഭിച്ച്, സമാധാനത്തിന്റെ നോബൽ പ്രൈസ് ലഭിച്ച് ഇന്ത്യ മുഴുവൻ സ്വാധീനിക്കാനായിട്ട് ഈ ഒരു അമ്മയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മുടെ ജീവിതം കടന്നു പോകുന്നതിന് മുമ്പ് ആരെങ്കിലുമൊക്കെ നമ്മളൊരു റോൾ മോഡലായിട്ട് മാറാനായിട്ട് പറ്റിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ നന്മകൾ കണ്ടുകൊണ്ട് മറ്റുള്ളവർക്ക് അത് മാതൃകയാക്കി എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പരിചയമുള്ളൊരു കുടുംബമുണ്ട്, അർത്ഥങ്ങളുള്ളൊരു ഫാമിലിയാണ്. കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 12 വർഷമായിട്ടുള്ള പള്ളി മുടക്കാത്ത കുർബാനയുള്ള ഇടവകയിലെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന 4ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പെൺകുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബമാണ്. വളരെ സ്നേഹമുള്ള ഒരു കുടുംബം, പ്രാർത്ഥനയുള്ള ഒരു കുടുംബമാണ്. കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം എന്റെ ജന്മദിനം ആഘോഷിച്ചപ്പോൾ ഇവര് വിഷ് ചെയ്യാനായിട്ട് ഞാനായിരുന്നു തുമ്പോളി പള്ളിയിൽ വന്നു. അങ്ങനെ വൈകുന്നേരം രാത്രി ഒരു 9 മണിയോടുകൂടിയാണ് ഇവർ വരുന്നത്. ഞങ്ങൾ 5 പേരും ചേർന്ന് തുമ്പോളി പള്ളിയുടെ വാതിൽക്കൽ വട്ടക്കല്ലിരുന്ന് കൈകൾ ചേർത്ത് വെച്ച് കുറച്ച് സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ കുടുംബനാഥൻ, ഈ ജെറി എന്ന ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങളൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഈ മക്കളുടെ സഹായത്തോടു കൂടെ അവരുടെ ആ ഒരു സ്കൂട്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിരുന്ന ഒരു അരച്ചാക്കോളം സാധനങ്ങൾ അവരുടെ സഹായത്തോടെ വലിച്ചുകൊണ്ട് എൻ്റെ മുൻപിൽ പള്ളിയുടെ വാതിക്കൽ വട്ടക്കല്ലിൽ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങള് കേക്കൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല, നമ്മൾ കേക്കൊന്നും മുറിച്ച് ജന്മദിനം ആഘോഷിക്കുന്നില്ല. അവർക്കൊരു പലചരക്ക് കടയൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നതാണ്. കുറച്ച് അരിയും കുറച്ച് നിത്യോപയോഗ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇടവകയിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുടുംബത്തിന് അച്ഛൻ ഇത് കൊടുക്കണം. എന്നിട്ട് അവരോട് പറയണം, ഇങ്ങനെ ഒരു കുടുംബം തന്നതാണ്, ഈ കുടുംബത്തിലെ 2 കുഞ്ഞുങ്ങളും വിശുദ്ധിയുള്ള മക്കളായിട്ട് വളരാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് അതിനുശേഷം പോയി. പിന്നീട് അതിന്റെ ആ ഇളയ കൊച്ചിന്റെ ബർത്ത്ഡേ വന്നപ്പോൾ ഞാനും അതിനൊരു ചെറിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനും വേറൊരു അച്ഛനുമായിട്ട് അതിനെ കാണാനായിട്ട് പോയി. നമ്മുടെ സെമിനാരിൽ ആയതുകൊണ്ട് ഇങ്ങനെ ആർക്കും ഉടുപ്പൊന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വാങ്ങിച്ച ഉടുപ്പിന്റെ അളവ് അങ്ങ് തെറ്റിപ്പോയി, ചെറിയ ഉടുപ്പായിരുന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുപോയി ആ കുഞ്ഞിനെ ആ ഉടുപ്പ് ഇട്ട് കൊടുത്തപ്പോൾ അവൾ ആ ഉടുപ്പ് ഇങ്ങനെ ഇട്ട് അവൾക്ക് പാകമാകുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ ആ കുഞ്ഞുടനെ എന്നെ എൻ്റെ അമ്മയുടെ നേരെ നോക്കി പറഞ്ഞ്, അമ്മ ഈ ഉടുപ്പ് നമുക്ക് അപ്പുറത്തെ വീട്ടില്, ആ കൊച്ചിന്റെ പേര് പറഞ്ഞു, ആ കുട്ടിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഈ 2 സംഭവങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കിയായിരുന്നു. ചില കാര്യങ്ങൾ നമ്മൾ മാതൃകയാകാനായിട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജീവിതം കൊണ്ട് ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ മതി. നന്മ എന്താണ്, കരുണ എന്താണ്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം കൂടുതലായിട്ട് സമൃദ്ധി തന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് പങ്കുവെച്ചു കൊടുക്കണമെന്ന് അപ്പനും അമ്മയും പറഞ്ഞു കൊടുത്ത ഉപദേശത്തെക്കാളും ഉപരിയായിട്ട് അവരുടെ ജീവിതം കൊണ്ട് കാഴ്ചവെച്ചത് ആ കുഞ്ഞുങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്.
അവരുടെ ജീവിതത്തിന്റെ ഒരു ഹാബിറ്റായിട്ട് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേരുന്നത് പോലെ ഈ നന്മ ചെയ്യാനായിട്ട്, മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാനായിട്ട് അപ്പനും അമ്മയും കാട്ടിക്കൊടുത്ത മാതൃക ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ മാതൃക കൊടുക്കാനായിട്ട് പറ്റണം. വിശുദ്ധ മദർ തെരേസ ഒരുപാട് പേരെ സ്വാധീനിച്ചതുപോലെ, ഒരുപാട് പേർക്ക് നന്മയുടെ റോൾ മോഡലായി മാറിയതുപോലെ, നമ്മുടെ ഈ ചെറിയ ജീവിത കാലയളവ് തീരുമ്പോൾ നമ്മുടെ മക്കളാകട്ടെ, നമ്മുടെ ചെറുമക്കളാകട്ടെ, പേരക്കുട്ടികളാകട്ടെ, അവരൊക്കെ നമ്മളെ കുറിച്ച് ഓർക്കുമ്പോൾ ഇതെന്റെ അപ്പന്റെ ഗുണമാണ്, ഇതെന്റെ അമ്മയുടെ നന്മയാണ്, അപ്പൻ മറ്റുള്ളവരെ കാണുന്ന സഹായിക്കുന്ന അപ്പന്റെ നല്ല മനോഭാവം, ഒരു ദിവസം പോലും മടിയില്ലാതെ കൊണ്ട് പണിയെടുക്കുന്ന എന്റെ അപ്പന്റെ ജീവിത രീതിയാണ്, കയ്യിൽ നിന്ന് ജപമാല മാറ്റാണ്ട് ഒരു ദിവസം പോലും കുർബാന മുടക്കാത്ത എന്റെ അമ്മയുടെ ജീവിതമാണ്. ഇങ്ങനെയൊക്കെ പറയത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക്, നമ്മുടെ മക്കൾക്ക് മാതൃക കൊടുക്കാനായിട്ട് വരണം. കാരണം ഇന്നത്തെ കാലത്തെ മക്കള് വിഷ്വൽ മീഡിയ ഏകദേശം കൗമാരക്കാരായിട്ടുള്ള കുട്ടികൾ 5 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെയാണ് അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത്. കേൾക്കുന്ന ഉപദേശങ്ങളെക്കാളും മുൻപിൽ എന്താണോ കാണുന്നത് അത് മാതൃകയാക്കാനും അത് അനുകരിക്കാനും ശ്രമിക്കുന്ന ഒരു തലമുറയിലെ മക്കളുടെ മാതാപിതാക്കളാണ് നിങ്ങൾ ഇവിടെ ആയിരിക്കുന്നവർ. മദർ തെരേസ ഈ ലോകത്തെ സ്വാധീനിച്ചതുപോലെ, നന്മ കൊണ്ട്, കരുണ കൊണ്ട്, സ്നേഹം കൊണ്ട് സ്വാധീനിച്ചതുപോലെ നമ്മുടെ മക്കളെയും നമുക്ക് ഇതുപോലെ സ്വാധീനിക്കാനായിട്ട് പറ്റട്ടെ. അവരഭിമാനത്തോടെ ഓർത്ത് പറയണം. യൂത്ത് പ്രായത്തിലൊക്കെ ഇത്തിരി താളം തെറ്റിപ്പോയാലും അവർ ഓർക്കുമ്പോൾ പറയണം, ഇതെന്റെ അപ്പൻ ചെയ്തു തന്നിട്ടുള്ള നന്മയാണ്, ഇതെന്റെ അമ്മയുടെ ക്വാളിറ്റിയാണ് എന്നൊക്കെ പറയത്തക്ക രീതിയിൽ അവർക്ക് മാതൃക കൊടുക്കാനായിട്ട് പറ്റട്ടെ. മൂന്നാമത്തെ അവസാനത്തെ ആയിട്ടൊരു ചിന്തയായിട്ട് ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, വിശുദ്ധ മദർ തെരേസ വചനത്തെ ഒരുപാട് സ്നേഹിച്ച ഒരു അമ്മയാണ്. എല്ലാ ദിവസവും രാവിലെ ദേവാലയത്തിലെ ദിവ്യകാരുണ്യത്തിന്റെ മുൻപിൽ ഇരുന്നുകൊണ്ട് വചനം വായിച്ചും ധ്യാനിച്ചും അതിൽ കണ്ടെത്തുന്ന ക്രിസ്തുനാഥനെ പാവപ്പെട്ടവരുടെ മുഖങ്ങളിൽ കാണാനായിട്ട് പറ്റിയെന്നുള്ളതാണ് വിശുദ്ധ മദർ തെരേസയെ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത്. എല്ലാ മിഷണറീസ് ഓഫ് ചാരിറ്റി ദേവാലയത്തിലും നിങ്ങൾ ചിത്രങ്ങളിലും നമ്മുടെ കോൺവെന്റിലായിട്ടൊക്കെ കണ്ടു കാണും, ആ കുരിശിനോട് ചേർന്നുകൊണ്ട് ഒരു വാക്കിങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്, ഐ തേഴ്സ്റ്റ്, എനിക്ക് ദാഹിക്കുന്നു എന്നുള്ള. എല്ലാ മിഷണറീസ് ഓഫ് ചാരിറ്റി സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിലും എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്കാണ്. ഞാനും എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ വചനമായിട്ട് ചേർത്ത് വെച്ചിരിക്കുന്നതും ഒരു മോട്ടോയായിട്ട് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നതും ഇതേ വാക്ക് തന്നെയാണ്, ഐ തേഴ്സ്റ്റ്. കർത്താവിന്റെ വചനമാണ് യോഹന്നാന്റെ സുവിശേഷം. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോനാഥൻ പറഞ്ഞ വാക്കുകൾ സിസ്റ്റേഴ്സിനോടൊക്കെ ചോദിച്ചാൽ അറിയാം. ഇതിനെപ്പറ്റി വലിയ തിയോളജി തന്നെ മദറിന്റെ ജീവിതവുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് പുസ്തകങ്ങളും ഗ്രന്ഥങ്ങളൊക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ മദർ തെരേസയെ വചനമേറെ സ്വാധീനിച്ചിട്ടുണ്ട്. വചനത്തിന്റെ വെളിച്ചത്തിൽ നയിക്കപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ തിരുനാൾ ആഘോഷിച്ച് കടന്നു പോകുമ്പോൾ നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ വചനം നമുക്ക് എന്തുമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പം മുറിക്കൽ ശുശ്രൂഷയും വചനം മുറിക്കൽ ശുശ്രൂഷയുമാണ്. പിന്നീട് കാണുന്ന ഈ ആഘോഷങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് വചനമാണ്. നമ്മുടെ വീടുകളില് സന്ധ്യപ്രാർത്ഥന മുടങ്ങാൻ പാടില്ല. ആ സന്ധ്യപ്രാർത്ഥനയില് വചന വായനയും മുടങ്ങാൻ പാടില്ല. നമ്മളേറെ സ്വാധീനിക്കുക നമ്മുടെ ജീവിതത്തിന്റെ, ആത്മീയ ജീവിതത്തിന്റെ കരുത്തും ബലവും എല്ലാം ഈ വചനമാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം. വിശുദ്ധ മദർ തെരേസ കാട്ടിത്തന്ന സ്നേഹം ക്രിസ്തുവിന്റെ വചനത്തിന്റെ വെളിച്ചത്തില് മറ്റുള്ളവരിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ സാധിച്ചതാണ്. വചനം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. വചനം നമുക്ക് വായിക്കാനായിട്ട് പറ്റുന്നുണ്ട്. വചനം നമുക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഈ വർഷം കഴിഞ്ഞ ഒരു മാസം മുൻപ് ലോകത്തിലെ ഏറ്റവും വലിയ IQ ലെവലുള്ള ബുദ്ധിമാനായിട്ടുള്ള മനുഷ്യനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് കിങ് ഹൂൺ എന്ന വ്യക്തിയാണ്. ദക്ഷിണ കൊറിയക്കാരനാണ്. 236 ഇദ്ദേഹത്തിന്റെ IQ ലെവല്. ലോകം അറിയപ്പെടുന്ന രീതിയിൽ ഗിന്നസ് റെക്കോർഡുകൾ ലഭിക്കത്തക്ക രീതിയിൽ ഈ മനുഷ്യൻ ഇങ്ങനെ ലോകത്തിന്റെ മുൻപിൽ അഭിമാനത്തോടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആദരവുകളുടെ മുൻപില്, ലോകത്തിന് മുൻപിലായിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. വചനം ആ മനുഷ്യൻ പറഞ്ഞത്. ലോകം മുഴുവൻ ഏറ്റവും വലിയ ബുദ്ധിയുള്ള മനുഷ്യനായിട്ട് അംഗീകരിച്ചുകൊണ്ട് അതിന്റെ റെക്കോർഡുകൾ ലഭിച്ച് അതിന്റെ ആദരവ് ഏറ്റുവാങ്ങുമ്പോൾ അഭിമാനത്തോടുകൂടി ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഉരുവിട്ടത് വചനമാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ വേ. ഈശോ ആണ് വഴിയും സത്യവും ജീവനും കർത്താവായ ക്രിസ്തുവാണെന്ന് അഭിമാനത്തോടുകൂടെ വചനം പ്രഖ്യാപിക്കുന്ന മനുഷ്യരൊക്കെ നമ്മുടെ മുൻപിൽ ഇങ്ങനെ മാതൃകയായിട്ട് നമ്മുടെ മുൻപിൽ ഇങ്ങനെ നിലകൊള്ളുന്നുണ്ട്. വചനത്തെ നമുക്ക് സ്നേഹിക്കാം. നമ്മുടെ വീട്ടിൽ വചന വായന മുടക്കരുത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പം തൊട്ടേ വചനം വായിച്ചുകൊണ്ട് വായിക്കാൻ പഠിക്കണം.
അവരുടെ ജീവിതത്തിൽ പഠിക്കുന്ന പുസ്തകങ്ങളിൽ, എഴുതുന്ന പേനകളിൽ ഓരോ ദിവസവും ഓരോ വചനം വെച്ച് പഠിക്കാനായിട്ട് പറ്റണം. എല്ലാ ദിവസവും ക്ലാസ്സിൽ പോകുന്നതിന് മുമ്പ് ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം വായിക്കാനായിട്ട് പറ്റണം. നമുക്കൊക്കെ കാണാപ്പാടം അറിയാവുന്ന ചില വചനഭാഗങ്ങളുണ്ട്, വീട്ടിൽ ആവർത്തിച്ച് ചൊല്ലുന്നതുകൊണ്ട് അതൊക്കെ നമ്മുടെ മക്കളും പഠിക്കണം. നമ്മുടെ വീട് മുഴുവൻ ഇങ്ങനെ വചനത്തിന്റെ വെളിച്ചത്തിൽ നിറഞ്ഞു നിൽക്കാനായിട്ട് പറ്റണം. വിശുദ്ധ മദർ തെരേസയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാട് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മദർ തെരേസയുടെ സാന്നിധ്യവും ഈ മിഷണറി സിസ്റ്റേഴ്സിന്റെ സംരക്ഷണവും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മളെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളോട് കൂടെ ആയിരിക്കുന്ന ഈ സിസ്റ്റർ ഷാർലറ്റൊക്കെ മദർ തെരേസയൊക്കെ നേരിട്ട് ഇവരെല്ലാവരും കണ്ടിട്ടുള്ളവരാണ്. വിശുദ്ധ മദർ തെരേസയുടെ മരണ ചടങ്ങിലൊക്കെ ആ ബോഡിയോട്, മൃതസംസ്കാരത്തോട്, മദറിന്റെ ശരീരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് സിസ്റ്റേഴ്സിന്റെ ഫോട്ടോയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വിശുദ്ധയൊക്കെ അടുത്ത് കാണാനായിട്ട് അതിന്റെ സാന്നിധ്യമൊക്കെ ലഭിച്ച അമ്മമാരുടെ സാന്നിധ്യമൊക്കെ നമ്മളോടൊപ്പം ഉണ്ട്. വിശുദ്ധ മദർ തെരേസയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങൾ, ഈ ജീവിത കാലയളവിൽ വിളിക്കകത്തെ വിളി കണ്ടെത്തിയെടുക്കാൻ നമുക്ക് പറ്റണം. തീർച്ചയായിട്ടും പൗരോഹിത്യ ജീവിതവും സന്യസ്ത ജീവിതവും ദാമ്പത്യ ജീവിതവുമായിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വിളികളുണ്ട്. തീർച്ചയായിട്ടും അതിൽ ഭംഗിയായിട്ട് മുൻപോട്ട് പോകുക. ഒപ്പം അതിൻ്റെ അകത്ത് നിന്ന് ഒരു പടി കൂടി നമ്മുടെ വിളി കണ്ടെത്തിയെടുക്കാൻ പറ്റണം. ചിലപ്പോൾ നല്ലൊരു BCC ഭാരവാഹിയായിട്ടായിരിക്കാം, ദേവാലയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടായിരിക്കാം, ഇടവകയിൽ എല്ലാ കാര്യങ്ങൾക്കും സജീവമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളായിട്ടായിരിക്കാം. അങ്ങനെ നമ്മുടെ ആ വിളിക്കകത്തെ ഒരു വിളി കൂടി നമുക്ക് കണ്ടെത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ മദർ തെരേസ ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുള്ളതാണ്, ഒരുപാട് പേർക്ക് റോൾ മോഡലായിട്ട് മാറിയിട്ടുള്ളതാണ്. നമ്മുടെ ജീവിത കാലയളവ് തീരുന്നതിന് മുമ്പ് ഒരാൾക്കെങ്കിലും നമ്മെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു റോൾ മോഡലായിട്ട്, എൻ്റെ അപ്പൻ ഇങ്ങനെയാണ്, എൻ്റെ അമ്മ ഇങ്ങനെയാണ്, ആ ചേട്ടൻ ഇങ്ങനെയാണ്, ആ ചേച്ചി ഇങ്ങനെയാണെന്നൊക്കെ പറയത്തക്ക രീതിയിൽ ഒരു റോൾ മോഡലായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ മദർ തെരേസയുടെ ജീവിതം മുഴുവൻ വചനത്തിൽ അധിഷ്ഠിതമായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിലും വചനം മുടക്കരുത്. എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും വചനം വായിക്കാനും അത് പഠിക്കാനും അത് ധ്യാനിക്കാനായിട്ടൊക്കെ നമുക്ക് സാധിക്കണം.